ഹായ് ഓൾ. ഈയിടെ കശ്മീർ യാത്രയ്ക്കിടയിൽ ഞാൻ പരിചയപ്പെട്ടൊരു കറിയാണ് ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത്. കശ്മീരി ഭിണ്ടി കറി. വെണ്ടയ്ക്കയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ലൊരു കറി ആയതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. 2 വലിയ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, എരിവിനാവശ്യമായ പച്ചമുളക്, 2 വലിയ തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചെറിയ ജീരകപ്പൊടി. വെണ്ടയ്ക്ക നന്നായി അരിയുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായ നെയ്യിലേക്ക് നമുക്ക് സവാള ചേർക്കാം. സവാള ഇതുപോലൊന്ന് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാവുന്നതാണ്. വെണ്ടയ്ക്കയും സവാളയും നന്നായി നെയ്യിൽ റോസ്റ്റ് ചെയ്യുക. ഈ പരുവമാകുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. മിച്ചം വന്ന നെയ്യിൽ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ ഇഞ്ചി എന്നിവ ചേർത്ത് വഴറ്റാം. ഈ ഒരു പരുവത്തിൽ ഇറക്കേണ്ടതാണ്, പക്ഷേ ഞാൻ അപ്പുറത്തോട്ട് പോയി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോയി. അത്രയും ആകണ്ട. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന 2 തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിപ്പ് എനിക്ക് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ഒരു തക്കാളി അല്ലാണ്ട് ചേർക്കുകയാണ്. അത് ഓപ്ഷണലാണ്. ആവശ്യാനുസരണം ഉപ്പ്, മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി എന്നിവ ചേർത്ത് പൊടി കരിഞ്ഞു പോവാത്ത രീതിയിൽ വഴറ്റിയെടുക്കുക. പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ അല്പം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും യോഗർട്ടോ തൈരോ ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ യോഗർട്ടാണ്. നന്നായി വഴറ്റി അതിൻ്റെ പച്ചച്ചുവ മാറേണ്ടതാണ്. പച്ചച്ചുവ മാറുന്നതനുസരിച്ചാണ് നമ്മുടെ കറിക്ക് അതനുസരിച്ചുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി വഴറ്റുക. ഇതിലേക്ക് ചെറിയ ജീരകപ്പൊടി ചേർക്കും. ചെറിയ ജീരകപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ആവശ്യാനുസരണം വെള്ളം ചേർക്കുക. പച്ചച്ചുവ മാറി നെയ്യ് തെളിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സവാളയും വെണ്ടയ്ക്കയും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. എനിക്ക് സ്പൈസി കുറച്ച് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക കറി അല്ലെങ്കിൽ ഭിണ്ടി കറി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇത് വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർക്ക് പോലും നല്ല ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. ഇത് ചോറിനോടും ചപ്പാത്തിയോടും നമ്മുടെ ദോശ ഏത് പലഹാരത്തിനോടും നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കോമെൻസിലൂടെ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.